വേടൻ എന്ന സമുദായ പേരുപയോഗിച്ച് റാപ്പർ ഹിരൺദാസ് മുരളി വേടൻ സമുദായത്തിനെ ജാതീയമായി അധിക്ഷേപിക്കുകയും അതിക്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത അഭിഭാഷകൻ കർമ്മ ന്യൂസിനോട്. കൊല്ലം മുൻസിഫ് കോടതിയിലാണ് വേടൻ എന്ന സമുദായത്തെ അവഹേളിക്കുന്ന റാപ്പർ ഹിരൺദാസിനെ തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി. ഇപ്പോൾ ഹർജി ഫയൽ ചെയ്ത അഡ്വക്കേറ്റ് പനമ്പിൽ ജയകുമാർ കർമ്മ ന്യൂസിൽ ചേരുന്നു. ഹിരൺദാസ് മുരളിക്കെതിരെ അങ്ങൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ കക്ഷികളുടെ ആവശ്യം? അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർ വേടൻ സമുദായത്തിൽപ്പെട്ടവരാണ്. അത് വളരെ ഈ വേടൻ സമുദായം എന്ന് പറയുന്നത് പട്ടികജാതി വർഗത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അവർ വളരെ കാലമായി സംഘടനാപരമായ പോരാട്ടങ്ങളുടെ നേടിയെടുത്ത അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതിനെയൊക്കെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഹിരൺദാസ് മുരളി എന്ന ആൾ റാപ്പ് സംഗീതത്തിലൂടെ വേടൻ എന്ന പേര് ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് ജാതീയമായ അധിക്ഷേപവും ജാതീയമായ അതിക്രമങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിലുണ്ടാകുന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊല്ലം മുനിസിപ്പൽ കോടതി മുമ്പാകെ ഈ റാപ്പ് സംഗീതം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിരൺദാസ് മുരളി വേടൻ എന്ന പദം പരസ്യമായി ഉപയോഗിക്കുന്നത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരോധന ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ എതിർകക്ഷിയായ ഹിരൺദാസ് മുരളിക്ക് കൊല്ലം പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതി അർജൻറ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനി അതിന്മേൽ വാദം കേട്ട് കോടതി തീരുമാനമെടുക്കും. അപ്പോൾ നമ്മുടെ കക്ഷിക്ക് ഒരു വിജയമോ നീതിയോ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? വിജയവും നീതിയും കിട്ടണം. കോടതിയിലെ ഇരു കക്ഷികളുടെയും വാദം കേട്ടതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. എൻ്റെ കക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഹിരൺദാസ് മുരളിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നല്ലോ നേരത്തെ. അതെ. അപ്പോൾ ആ നോട്ടീസിന് എന്താണ് മറുപടി കിട്ടിയത്? ഹിരൺദാസ് മുരളിക്ക് നേരത്തെ അഡ്വക്കേറ്റ് നോട്ടീസ് അയച്ചിരുന്നു. അതിന് ഒരു മറുപടി ശരിയായ വസ്തുതകളൊന്നും കാണിക്കാതെ ഒരു കളവായ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ളൊരു മറുപടി അയച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൂട്ടിലേക്ക് പോകേണ്ടി വന്നത്, ഒരു കോടതിയിൽ അന്യായം ഫയൽ ചെയ്യേണ്ടി വന്നത്. അല്ലാതെ അദ്ദേഹം അത് ഈ വേടൻ എന്ന പദം ദുരുപയോഗം ചെയ്യുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നോട്ടീസ് അയച്ചിരുന്നത്. ആ നോട്ടീസിൻ്റെ മറുപടി പ്രോപ്പറായിരുന്നില്ല, ഇംപ്രോപ്പറായിട്ടുള്ളൊരു മറുപടി ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത് ഒരു പരിഹാരം തേടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.